പക്ഷെ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, കാലം തെളിയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരിക്കൽ ഒതുങ്ങൂല. പക്ഷെ നീ ഇനി ഒതുങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായല്ലോ. ഒന്നില്ല, നീ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഒടുങ്ങൂല. നീ ഇതും പറയും, നീ എഴുതി വെച്ചോ. നീ ഇപ്പൊ ഇവന്റെ കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 3 മാസം നീ നിലനിൽക്കൂല. ഇത് റഹീമ പറയും. ഇനി എന്റെ കൊച്ചിന്റെ വീഡിയോയോ ഫോട്ടോയോ എന്നെ കുറിച്ചോ എന്റെ കാര്യങ്ങളോ പറഞ്ഞു നീ ഒരു കാര്യത്തിലും വീഡിയോ ഇടാൻ പറ്റും. തൂക്കും പറഞ്ഞാൽ മൊത്തത്തിൽ പോകും. ഇത് എല്ലാവർക്കും നമസ്കാരം. ഈ നാജില എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പൊതു ശല്യമായി മാറിയിട്ടുണ്ടല്ലോടെ. എവളെ 1 കെട്ടി 2 കെട്ടി 3 കെട്ടി 4 കെട്ടി തറവാടോളം ഓടി നടന്ന് കെട്ടുകയാണ്. അത് നിന്റെ പേഴ്സണൽ കാര്യം. നീ എന്നാന്ന് വെച്ചാൽ തൊലഞ്ഞ് തരിപ്പണമായി കൊണ്ടുപോകാം. പക്ഷെ അതിന്റെ ഇടയിൽ നീ കുറെ പിള്ളേരെ ഉണ്ടാക്കിയിടുന്നുണ്ട്. ആ പിള്ളേരെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ആ പിള്ളേരെ വച്ച് വരെ നീ മുതലാക്കി പണം ഉണ്ടാക്കിയ കാര്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിന്റെ ഇടയ്ക്കുള്ള ഏതൊരു ഭർത്താവ് മരിച്ചു പോയപ്പോ ആ ഭർത്താവിന്റെ കൊച്ചാണ് മസൂറ എന്ന് പറഞ്ഞ അടക്കം നീ പണം പിരിവ് നടത്തിയെന്നൊക്കെയാണ് ഇപ്പൊ റഹീം അടക്കം എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറെ തൊട്ടി പരിപാടി അടക്കം നീ ചെയ്തിട്ടുണ്ട്. അത് സഹതാപം കിട്ടൂല. അയ്യോ റഹീമിക്ക മറ്റേ ഇടയ്ക്കുള്ള ഭർത്താവിക്ക എന്ന് മരിച്ച, അയ്യോ എന്റെ മോള് അനാഥരായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടി വിടുമ്പോ കുറച്ച് കാശൊപ്പിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി. പിന്നെ അതുപോലെ തന്നെ നീ റഹീമുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടെന്നൊക്കെയുള്ള രീതിയിലും കരക്കമ്പിയിൽ സംസാരമുണ്ട്. കരക്കമ്പിയിലല്ലേ റഹീം തന്നെയാണ് പറഞ്ഞത്. കാരണം റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോണെന്ന്. ഉളുപ്പില്ലല്ലേ? അതെനിക്ക് മനസ്സിലായി. എന്തുവാടേ ഓരോരുത്തന്മാരെ മടുക്കുമ്പോൾ കളഞ്ഞിട്ട് അടുത്തടുത്ത് പിടിക്കുന്നു. എന്നിട്ട് കുറ്റം അവന്മാരെ നെഞ്ചത്താവും. അതായത് അവന്മാര് വെള്ളമടി, അവന്മാര് മറ്റതാണ് മറിച്ചതാണ്, കൊള്ളൂല എന്ന് പറഞ്ഞാൽ അവന്മാരെ കുറ്റപ്പെടുത്തി ഓരോരുത്തന്മാരടുത്ത് പുതിയ പോയിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം, നല്ല തറവാടിത്തം ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ നാജില അറിയാത്തവര് കൂടുതൽ അറിയാൻ നിൽക്കണ്ട. ഇതിനെയൊക്കെ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോ നാജില ഇപ്പൊ വലിയ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. നാജില എന്ന് പറയുന്നവൾ പൊതുശല്യമായി മാറാനുള്ള എല്ലാ തത്രപ്പാടിലുമാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക്, സബ്, പിന്നെ ഹൈപ്പ് 3 കൊടുത്തേക്ക്. ഉള്ളതൊക്കെ കൊടുത്താൽ മതി. സമാധാനത്ത് കൊടുത്താൽ മതി. അപ്പൊ നാജിലയെ കുറിച്ചിട്ട് റഹീം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. റഹീം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഭർത്താവാണ്. അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഷാന്റെ കൂടെയാണ്, പ്രഗ്നന്റ് ആണ്. ഇങ്ങനത്തെ കുറെ കടമ്പകളൊക്കെ ഇപ്പൊ കിടക്കുന്നുണ്ട്. ഷാൻ എന്ന് പറയുന്നവൻ വെള്ളമടിച്ച് ഗോൺ തെറ്റി മസൂറെ, അതായത് റഹീമിന്റെയും നാജിലയുടെയും മകളായ മസൂറെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളടക്കം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനെ തുടർന്ന് ഈ പറയുന്ന റഹീം മുൻകൈ എടുത്ത് മസൂറെ തന്റെ അമ്മയുടെ വീട്ടിലേക്ക് മാറ്റിയ കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അമ്മയുടെ വീട്ടിലെന്ന് പറയുമ്പോൾ റഹീമിന്റെ അമ്മയല്ല, നാജിലയുടെ അമ്മയുടെ വീട്ടിലോട്ട് മാറ്റി. ആ കുട്ടി ഇറങ്ങിപ്പോയി. ആ ഒരു ഗതികെട്ട അവസ്ഥ അവസ്ഥ ഒന്ന് ആലോചിക്കണം. എന്നിട്ട് വീഡിയോ ഇട്ട് ഇപ്പുറത്ത് വന്നിരുന്ന ആ കൊച്ചിനെ പ്രാഗി തള്ളി. ആ കൊച്ചു ഗുണം പിടിക്കില്ല, അല്ലെ ഞാൻ ചത്ത നീ വരണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ അതിനെ കുറെ അങ്ങോട്ട് പറഞ്ഞ് എട്ടും തിരിയാത്ത കൊച്ചിനെ ഓക്കെ. എന്നിട്ട് സ്വന്തം അമ്മയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ അടുത്ത കഥ ഇറക്കണം. ഇവളെ പോലെ ഒരു സാധനം വേറെ ഈ യൂണിവേഴ്സിലില്ല. ഇതുപോലുള്ള സാധനങ്ങളെ ഒഴിപ്പിക്കണം, നാട് കടത്തണം. അതാണ് ചെയ്യാനുള്ളത്. ഒന്നും പറയാനില്ല. അങ്ങനെ റഹീം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഭർത്താവ്. എന്തോന്നില്ലേ പറയുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ ഒരു ഉളുപ്പ് തോന്നുന്നു. നിനക്കൊന്നും ഒരു ഉളുപ്പും തോന്നുന്നില്ലേ? റഹീം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ മറ്റേ ഇവളെ പറ്റിയിട്ട്, നാജിലയൊക്കെ പറ്റിയിട്ട്. ഇനി സ്വന്തം അമ്മയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ മോളാണ് നാജില. ഷാജിയുടെ മറ്റൊരു വർഷം കേൾക്കാം. നിന്റെ വൈഫിനെ ചുപ്പടിയിൽ നിർത്തേണ്ട കാര്യം നിനക്കാണ്. ഇനി മേല നിനക്കും നിന്റെ വൈഫിനും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിങ്ങാനായിരുന്നു. ഇനി എന്റെ കൊച്ചിന്റെയോ എന്റെയോ എന്റെ കുടുംബക്കാരുടെ പേരിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെല്ലാം പൊക്കിക്കൊണ്ടുവരും. നീ അകത്താവും. പറഞ്ഞു മനസ്സിലായല്ലോ? എന്തിനകത്തായെന്ന് അറിയോ? വീഡിയോ എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്നെ കളത്തിൽ ഇറക്കല്ലെന്ന് നിന്റെ ഇപ്പം നീ പാവാടവള്ളി തൂങ്ങി കിടക്കുന്നല്ലേ, അവളുടെ അടുത്ത് പറഞ്ഞോളൂ. മനസ്സിലായല്ലോ? റഹീം അണ്ണൻ കട്ട പവറില പുഷ്പ കളിയാണ് കളിക്കണേ. അണ്ണൻ പറയുന്നുണ്ട് ഇനി ഒരുമാതിരി തൊട്ടി പരിപാടിയും കാണിച്ച് എന്നെയും വലിച്ചിട്ട് അമ്മയും വലിച്ചിട്ട് മോളെയും വലിച്ചിട്ട് നീ ഒരുമാതിരി കുണച്ച ലൈവും ചെയ്ത് അവിടെ ഇരുന്ന നിന്നെ ഞാൻ പണിയും എന്നുള്ള കാര്യമാണ് റഹീം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്റെ പൊന്ന് റഹീം, എന്തെങ്കിലും പണി കൊടു. ഇവിടെ വാ അടപ്പിക്കും. ഇവൾക്കൊക്കെ ഓരോ ചാനലുണ്ട്. കയറി ഇരുന്ന് എന്ത് തന്തയില്ലായ്മ വിളിച്ച് പറയാമെന്നുള്ളൊരു അധികാരവും ലൈസൻസ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. കോപ്പുകൾ ഇതിനെയൊക്കെ ബാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞ്. ഇതൊക്കെ എങ്ങനെയൊന്നും ഇപ്പോഴും ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഇതൊക്കെ കാണേണ്ട ഒരു ഗതികേട് നമ്മൾ ജനങ്ങൾക്കുണ്ടായല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഒരുപാട് പേരൊക്കെ ഇവരുടെ സാധനങ്ങളൊക്കെ വരുമ്പോൾ അയച്ചു തരും കേട്ടാ. അതിലെ പറയടാ 2 കോൾഡ്ര എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമുണ്ട്. ഞാനെടുത്ത് വെച്ച് കൊടുക്കുന്നതാകുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സംതൃപ്തി അല്ലേ? ഇതൊക്കെ ഇതെവിടെ നിന്നാ ഇതിനെ കാണുമ്പോഴേ എനിക്ക് പറഞ്ഞ
കേട്ടാ. കളി എന്റെ അടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയുണ്ടല്ല, കളി ഇവിടെ ഇരിക്കും. നീ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ ഇവള്? അതിന് ഇപ്പം ആരാ ചെല്ലടിയിൽ പോയത്? ഞാനാടാ പോയത്? നീ അവളുടെ അടുത്ത് പറഞ്ഞോളൂ, എടീ നജില ഞാനാണ് പോയത്. ഇപ്പൊ കൊച്ചെവിടെ ഉണ്ട്? നിന്റെ അടുത്തുണ്ടോ? ഇപ്പൊ ഞാനാ ഇപ്പൊ ചെലവിന് കൊടുത്തോണ്ടിരിക്കുന്നത്. കൊടുക്കാൻ നീ സമ്മതിച്ചില്ല. നീ പറഞ്ഞു ഞാൻ മരിച്ചു പോകുമ്പോ കൊണ്ടുപോയത് നിനക്ക് ഒരു ഭർത്താവ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ സനോബ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ശംസുദി, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ യവൻ, പിന്നെ ഇനി അടുത്തത് ആരെങ്കിലും കട്ടിലിന്റെ അടിയിൽ കൊണ്ടുവന്നതും അവിടെ ഇവിടെ കൊണ്ടുവന്നത് ചെലവിന് വിളിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ കൊച്ചിന് കൊടുക്കുമെന്ന് പറഞ്ഞ് നിനക്ക് എത്ര തവണ ഞാൻ തന്നിട്ടുണ്ടടി? നീ എന്റെ ചോദിച്ചു മേടിച്ച് കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് പോയപ്പോഴത്തേക്ക് റീചാർജ് മേടിക്കാൻ എന്നെ വിളിച്ചു. അതായത് കുറച്ച് ദിവസം മുന്നേ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് റഹീമിക്കയാണ് നമ്മുടെ നാജില ചേച്ചി വിളിച്ചതെന്നാണ് റഹീമിക്ക പറയുന്നത്. എല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് നാണമില്ലേടി? നിനക്ക് നാണമല്ലേ? ഇനി റീചാർജ് ചെയ്ത് കൊടുത്താ എങ്കിൽ നിങ്ങൾക്ക് നാണമില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. ചെയ്ത് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് നാണമില്ല. നിനക്ക് ചെയ്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ നാണമില്ലേ? ഉളുപ്പില്ലാത്തവള്. അയ്യേ അവൻ കൊള്ളൂല, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഓരോന്ന് ഇട്ട് പോവും. എന്നിട്ട് കെട്ടി നീ എന്ത് വല്ല ഗിന്നസ് ബുക്കിലും കയറാൻ വല്ല പ്ലാനും ഉണ്ടാവും? ഇത്ര കെട്ടിയിട്ട് ഞാൻ ഗിന്നസ് ബുക്കിൽ കയറാന്ന്. ഇങ്ങനെയും കുറെ ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങൾ ഓടി നടന്ന് കെട്ടാണ്. ഓരോരുത്തമരം അടുക്കുമ്പോൾ അടുത്ത് ഓടി നടന്ന് കെട്ടി എന്നിട്ട് കെട്ടുന്നതിനും തൊട്ട് മുന്നേ ഈ ലാസ്റ്റ് ഇപ്പൊ നിൽക്കുന്നവനെ കുറെ കുറ്റം പറയും. അവൻ മറ്റോ ചെയ്ത് മറിച്ച് ചെയ്ത് അവൻ മറിച്ചവനാണെന്ന്. നിന്നെയും മറ്റേ ഷാനെയും കൂടി കട്ടിന്റെ അടിയിൽ നിന്ന് പൊക്കി നിന്റെ ഉമ്മ. അവിഹിത കളി നിന്റെ കഴപ്പുകൾ. അല്ലാണ്ട് ഇവക്കൊക്കെ എന്നാത്ത എന്റെ കടിയ കഴപ്പ്, ശുദ്ധ കഴപ്പ്. എന്നിട്ട് കുറ്റം മൊത്തം ഓരോരുത്തന്മാർക്ക്. എന്തായാലും റഹീമിക്ക നിങ്ങളെങ്കിൽ ഒന്നും ഒരു പൊളിക്ക് അവളെ ഇണ്ടാസ് വലിച്ചു കയറി, അവളെ അടപ്പ് വലിച്ചു കയറി ഇളക്കി ഒന്ന് തറയിട്. നല്ല കാര്യം. അവള് റീചാർജ് ചെയ്യാൻ വന്നിരിക്കണം അല്ലേ? അതിനൊക്കെ ഒരു ഗുരുവില്ല. നല്ല സാധനം. നിനക്കൊക്കെ ഉളുപ്പുണ്ടായി ഇല്ലെന്നറിയാം, അതുകൊണ്ടല്ലേ പോയത്. എന്നിട്ട് മറ്റേ ഷാനിന്റെ അവിടെ പറയാത്തുണ്ട് റീചാർജ് ചെയ്ത് തരാൻ 4 വർഷത്തേക്ക്. നീ യൂട്യൂബിൽ നിന്ന് കിട്ടണ പൈസയൊക്കെ ഇവിടെ ചുരുട്ടി വെക്കണം. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നു. ഇനി ഇവളെ നിന്ന് സഹായം എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യന്മാര് സഹായിക്കില്ല കേട്ടാ. സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് കുറെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് ശംസുദ്ദീൻ എന്ന് പറയുന്ന ഭർത്താവ് മരിച്ചുപോയ സമയത്ത് ഈ മസൂറ അവന്റെ കൊച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് പിരിവ് നടത്തി. അങ്ങനത്തെ തൊട്ടി പരിപാടികൾ വരെ ഇവള് ചെയ്തിട്ടുണ്ട്. ഇവളെയൊക്കെ നാട് കടത്തണം, അതാണ് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ അതുകൊണ്ട് എന്നെ കളത്തിൽ നീ ഇറക്കരുത്. അവനകത്താവും. നീ ഇവിടെ പാവാടി കൊള്ളിരുന്നോണ്ട് നീ എന്റെ അടുത്ത് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ പൊന്നു മോനെ ഈ കൊച്ചിനെ കൊണ്ട് ഈ ചൈൽഡ് ലൈനിൽ ഞാനാ കൊടുത്തത്. നിങ്ങളല്ലേ കൊടുക്കുമെന്ന് പറഞ്ഞു. നീ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചത്. ആ വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടാ. ഇനി 2-3 വീഡിയോ ഉണ്ട്. നീ കളി കുടിച്ചതും, നീ കൊച്ചിനെ ഉപദ്രവിച്ചതും, വീട് തല്ലി പൊളിച്ചതും, പിന്നെ കൊച്ചിനെ കുടുവാള കൊണ്ട് ഓടിപ്പിച്ചതും, ഈ എവള് കഴുത്തിന് പിടിപ്പിച്ചതും എല്ലാം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ കൊണ്ടുപോകുന്ന എവിടെയെന്നറിയോ? ഇവിടെ കല്ലമ്പലത്തോ പള്ളിക്കലോ ഒന്നുമല്ല. നീ കേട്ടോണം, ഈ നജിലായും കേട്ടോണം. ഞാൻ പോകുന്ന എവിടെയെന്നറിയോ? ഇവിടെയാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഏതാണെന്നറിയോ? നിന്നെ തൂക്കിയിടത്തിടും. നിന്നെ എവിടെ പോസ്കോ കേസിൽ ജാമ്യം കിട്ടാൻ എവിടെ ഉണ്ടല്ലോ എവിടെ കുടുംബം വിൽക്കേണ്ടി വരും. എന്നെ കളത്തിൽ ഇറക്കിപ്പിടും. ഇനി ഒരു വീഡിയോ എന്റെ പേരിലോ, എന്റെ ഉമ്മാടെ പേരിലോ, എന്റെ മഞ്ജുവിന്റെ പേരിലോ, എന്റെ വാപ്പാടെ പേരിലോ, എന്റെ ഈ മസൂറയുടെ പേരിലോ നീയോ അതിന്റെ ഈ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നിന്നെ ആട്ടപ്പടലും ഞാൻ പൊക്കും. ഇത് ഞാനാണ് പറയുന്നത്. നിനക്കറിഞ്ഞൂടാ ഈ ചാനൽ ഇടാനാ ഞവരെ തയ്യാറി. നിനക്കറിഞ്ഞൂടാ. ഇവിടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുത്താൽ എന്റെ സ്വഭാവം അറിയാം. എന്നെ ഇറക്കരുത്. നീ ഇറക്കി കഴിഞ്ഞാണ്ടല്ല മൊത്തം തെളിവും കൊണ്ടുകൊണ്ട് പോയിട്ട് നിന്നെ അവിടെ വന്ന് ഞാൻ തൂക്കും. ഇത് ഞാനാ പറയുന്നത്. റഹീം നജിലാടത്ത് ചോദിച്ചാൽ എന്നെ അറിയാം. അപ്പൊ ഷാനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കേട്ടാ നിന്റെ നജിലെ കേട്ടാ. അതായത് റഹീമിക്ക കട്ടക്ക് കളത്തിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ കൊച്ചിനെ വെച്ചിട്ട് ഇനിയും ഇവള് വീഡിയോ ഇടുകയാണ്. കുറെ കരഞ്ഞു വിളിച്ച് ആ എട്ടുമുട്ടും തിരിയാത്ത കൊച്ചിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവൾക്കെതിരെ നടപടി എടുക്കണം. ബോസ്കോ തന്നെ എടുത്ത് ഇവളെ അകത്താക്കണം. ഇവളൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇവളെ എന്നാ തൊട്ടിത്തരമായിരുന്നു കാണിക്കുന്നത്. ആ എട്ടുമുട്ടും തിരിയാത്ത കൊച്ചിനടക്കം വന്നിട്ട് കാട്ടവരാധം പറയുന്നത് ഇവക്കൊക്കെ സാമാന്യ ബോധമുണ്ടോ? ഇവളൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ള ചിന്തയുണ്ടോ ഇവക്കൊക്കെ? കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ അപരാധങ്ങള്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നീ കേൾക്കാത്ത കുറെ ചരിത്രങ്ങൾ കൂടെ ഞാൻ നജിലാളെയും കൂടെ കേൾക്കാൻ വേണ്ടി പറയുന്നത്. എന്നെ കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഓപ്പൺ ആക്കാൻ നീ ഇടവരുത്തരുത്. കാര്യം എന്താണെന്നറിയോ? നിന്റെ ഫസ്റ്റ് ചരിത്രം തൊട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങും. ഏത് ചാനലാണെന്നറിയോ? ഇനിയിപ്പോ മസൂറ റഹീം എന്ന് പറഞ്ഞ ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങാൻ പോവാൻ നീ ഇടവരുത്തരുത്. നജിലാളെത്താ പറയുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? നിനക്ക് മാത്രമേ ചാനൽ തുടങ്ങാൻ പറ്റൂടി. നിനക്ക് മാത്രമേ ഈ ചരിത്രങ്ങൾ പറയാൻ പറ്റൂ. കള്ളത്തരങ്ങളും നുണകളും. നിന്റെ പാവടകളി തുടങ്ങി വെക്കുന്ന അവന്റെ അടുത്തുണ്ടല്ലോ, അവന്റെ അടുത്ത് നീ നുണ പറഞ്ഞുവിടും. എന്റെ അടുത്ത് പറയരുത് നീ എന്റെ ചരിത്രം. നീ എന്റെ കൂടെ എത്ര വർഷം ജീവിച്ചടി? ഞാൻ എന്ത് ചെയ്തെന്നില്ല നിനക്ക്?
നിനക്ക് ഇതുകൊണ്ട് നീ ഓരോരുത്തന്മാരെ തെരഞ്ഞെടുത്ത് ഞാൻ ചെറുതാണ് നീ കളക്കാന്ന് പറഞ്ഞു ജമാഅത്തിൽ ഇവിടെ ഉണ്ട് നീ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ ഇവിടെ പൊക്കാൻ ഞാൻ 3 വർഷമായിട്ട് ഞാൻ ഇവിടെ നാട്ടിയിരിക്കുന്നു. എന്നാ ഞാൻ നിനക്ക് എന്തെങ്കിലും ചെലവിന് തന്നില്ലാതെ നീയാ എഴുതി വെച്ചത് സനാവർണ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ട് എന്റെ അടുത്ത് തലാക്ക് എനിക്ക് പിന്നെ വാട്സപ്പിൽ കൂടെ അയക്കാൻ പറഞ്ഞത്. നീ നോണ പറഞ്ഞിട്ട് ഈ വാട്സപ്പിൽ കൂടെ പ്രചരിപ്പിക്കുന്നു. ഇവളൊക്കെ ഇത്ര വലിയ ഉടായ്പ പറഞ്ഞു. എനിക്ക് പറയാനുള്ള റഹീമിക്ക, നിങ്ങളും ചാനലുടങ്ങണം. എന്നിട്ട് ഇവളെ സകലമാന ഉടായ്പകൾ വാലിച്ച് കയറി അങ്ങോട്ട് ഒട്ടിക്കണം. ഇവളൊക്കെ എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ നാറി നത്തം കൊട്ടി ഉളുപ്പില്ലാണ്ട് നാട്ടുകാരെ പറ്റിച്ച് കുറെ കള്ളക്കരച്ചിലും കരഞ്ഞ്. ഈ പെണ്ണുങ്ങൾക്കുള്ള ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. എല്ലാ പെണ്ണുങ്ങൾക്കും ഇല്ല, ഇതുപോലെ കുറെ എണ്ണത്തിന് ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ 3-ാമത് കരഞ്ഞും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി കള്ളക്കരച്ചിലും കരഞ്ഞ് ഇറങ്ങി നാട് നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി. ഇവളെയൊക്കെ പോലെ തന്നെയൊക്കെയാണ് ആദ്യം ബേൺ ചെയ്ത് വിടേണ്ട. കോപ്പ് ഇറങ്ങിക്കോളും കിടുതാപ്പ് എടുത്തോണ്ട്. അവളൊക്കെ ഒടുക്കത്തെ വ്ളോഗ് എന്നെ കൊണ്ട് പച്ച തെറി പറയിപ്പിക്കില്ലേ കോപ്പ്. എന്നാ നീ കളത്തിൽ ഇറക്കരുത്. ഞാൻ ഇപ്പം പറഞ്ഞത് കൊച്ചിനെ സേഫ് ആക്കിയിട്ടുണ്ട്. എന്റെ മോളായിട്ട് നിനക്ക് യാതൊരു ബന്ധം. നിനക്ക് ഇപ്പൊ വന്ന ഒരു മാപ്പിള ഉണ്ടല്ലോ പാവടവലി, ആ ഡ്രൈവറേയും കൊണ്ട് അതും കൊണ്ട് നടന്നോണം. ഇനി മേല പറഞ്ഞിട്ടില്ല കൊച്ചിന്റെ ഫോട്ടോയോ എന്നെ കുറിച്ചോ നീ ആ വീഡിയോ ചെയ്തു കഴിഞ്ഞാ മസ്റൂറ റഹീം എന്ന് പറഞ്ഞൊരു ചാനൽ ഇപ്പൊ ഓപ്പൺ ആവും. പറഞ്ഞു മനസ്സിലായല്ലോ? നീ അസ്തമിക്കാൻ പോണം. നീ കേട്ടാ മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അതുമല്ല ഈ തെളിവുകളെല്ലാം കൊടുത്ത് ലവനകത്താവും. അതുകൊണ്ട് ഒന്നേ ഉള്ളു ചെയ്യാനുള്ളത്. ഒന്നി യവനായിട്ട് നീ ജീവിക്കുക. മോളാരും നീ നോക്കണ്ട. ഇത്രയും കാലം നീ നോക്കിയെന്നല്ലേ പറഞ്ഞു. നോക്കിയത് ആരോടെ? എന്റെ കൂടെ അല്ലല്ലോ നീ നോക്കിയത്. നീ സനാഫറിന്റെ കൂടെ കൊച്ചിനെ കൊണ്ടുപോയത്, നീ ശംസുദ്ദീന്റെ കൊച്ചിനെ കൊണ്ടുപോയത്, നീ പിന്നെ ഇപ്പൊ ഈ കട്ടലിന്റെ ഇടയിൽ നിന്ന് പിടിച്ച ഇവന്റെ കൂടെ കല്യാണം കഴിക്കാത്ത ഇവന്റെ കൂടെ പാവടയിലേയും തൂങ്ങി നടക്കുന്ന ഇവന്റെ കൂടെ കൊച്ചിനെ കൊണ്ടുപോയത്. അപ്പൊ ചിലവിനേണ്ട കാര്യം എനിക്കില്ല. മനസ്സിലായല്ല? അപ്പൊ എന്നെ കളത്തിൽ നീ ഇറക്കരുത്. ഇറക്കിയാൽ നിനക്കറിയാലോ എന്റെ സ്വഭാവം. ഞാൻ ഈ ഇതെല്ലാം കേട്ടിട്ടേ ഇരിക്കുന്ന എന്തുകൊണ്ടാണല്ലോ ഇതിന്റെ ഒരു പിടിവള്ളി കിട്ടണം. നിന്നെ കണക്ക് ഈ വാർത്തകൾ അടിക്കുന്നതല്ല ഞാനെന്ന് നിനക്ക് പണ്ടേ അറിയാലോ. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇറക്കിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, അവളെ സേഫ്റ്റിയാണ് എന്റെ മോളെ സേഫ്റ്റിയാണ് ഞാൻ നോക്കുന്നത്. കണ്ടവന്മാരുണ്ടായ പിന്നെ മക്കളെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യം ഞാൻ പൊതുവായിട്ട് പറയാണ്. എനിക്ക് എന്തിനാ നോക്കേണ്ട കാര്യം? ഇവള് ഒന്ന് കെട്ടി എന്റെ കൂടെ അതിനെ ആദ്യമായിട്ട് കെട്ടിയത്. അവള് എന്റെ അടുത്ത് പറഞ്ഞ് ബന്ധം തീർത്ത എനിക്ക് തലാക്ക് തന്നാലും പറഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്നപ്പോ തലാക്ക് ചോദിച്ച് സനാവറായിട്ട് കൂടി. അത് കഴിഞ്ഞിട്ട് എന്റെ മോളെ കൊണ്ട് സനാവറിന്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് അവനും ഒരു കൊച്ചുണ്ടായി. അപ്പോഴത്തേക്ക് എന്നെ വിളിക്കുന്നത് അവളാണ് വിളിക്കുന്നത്. അതിപ്പോ എന്റെ കൊച്ചിനെ ചെലവ് കിട്ടുമെന്ന് എനിക്ക് എന്തിനാ ഉറപ്പ്? അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവള് എന്റെ അടുത്ത് സ്ഥിരം സംസാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പം പറഞ്ഞ് ഇവിടെ ഉമ്മായിട്ട് പ്രശ്നമാണെന്നും പറഞ്ഞ് തൊളിക്കുടി പോകണമെന്നും പറഞ്ഞ് അവിടെ വീട് വാഴെടുക്കണമെന്നും പറഞ്ഞ് അതിന്റെ പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടെ 5000 രൂപ എന്റെ അടുത്ത് ചോദിച്ചോളെന്ന് പറയുന്നത്. 5000 രൂപയൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ശംസുദ്ദീനായിട്ട് കൂടി. ശംസുദ്ദീൻ എന്തരാ അവിടെ അപഹിതം, സനാഫറിന് എന്തരാ മറ്റേ വിസ്മയായിട്ട് അപഹിതം, പിന്നെ നിനക്കെന്തരാ ഷാനിന് ഇപ്പൊ നീ ഇരിക്കുന്ന ഷാനിന് എന്തരാ അവന് അപഹിതം. എന്റെ പേരിൽ വല്ല അപഹിതം ഉണ്ടാടി? ഞാൻ നിന്നെ നല്ലടക്കല്ലേ നോക്കിയത്. എന്റെ പേരിൽ വല്ല അപഹിതം നീ പറയുന്നുണ്ടാ? നീ ഇപ്പൊ ആദ്യം സനാഫറിനെ കെട്ടി വിസ്മയായിട്ട് അപഹിതം എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നു. രണ്ടാമത് പിന്നെ ഷംസുവിനെ കെട്ടി. മൂന്നാമത് ഷംസുവിനെ കെട്ടി പറഞ്ഞ് അവന് വീഡിയോ കോളിൽ ആ വീതം പറഞ്ഞ് അവൻ പോയി അവൻ എന്തായാലും ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ് ഈ എന്റെ മോളെയും കൊണ്ട് അവന്റെ മോളാണെന്നും പറഞ്ഞ് നീ കാണിച്ച് കുറെ പൈസ ഉണ്ടാക്കി. കേട്ടല്ല? അതായത് റഹീമിന്റെ മകളായ മസൂറയെ വെച്ചിട്ട് മരിച്ചുപോയ ശംസുദ്ദീന്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മരിച്ച സമയത്ത് ഇവള് കുറെ പൈസ ഉണ്ടാക്കി പിരിവെടുത്തിരിക്കുകയാണ്. എന്റെ മോളിന് ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ കണ്ണിൽ കൂടിയിട്ട് പറ്റിച്ച് ഇവളൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എത്രത്തോളം ഫ്രോഡുകളാണ്. ഇവൾക്കൊക്കെ എതിരെ നടപടി എടുത്ത് അകത്താക്കുകയാണ് ചെയ്യേണ്ടത്. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുന്നെന്ന് പറയുന്നത് പോലെയാണ് ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറാകുന്നു. അതിന്റെ മറ്റൊരു പകർപ്പാണ് ഇതൊക്കെ. അല്ലാണ്ട് എന്ത് പറയാനാണ്? ഇത്രയും വലിയ ഗജ ഫ്രോഡുകളാണ് ഇവളെയൊക്കെ പോലെ തന്നെയാണ് ഈ നാട് കടത്തേണ്ടത്. അവളെ ഏതൊക്കെ രീതിയിലാണ് നാട്ടുകാരെ പറ്റിക്കുന്നതെന്ന് കണ്ട. നാട്ടുകാരെ പറ്റിച്ചതിന് പുറമെ സ്വന്തം ഭർത്താക്കന്മാരെ വരെ പറ്റിച്ച് 1, 2, 3, 4 കെട്ടി പൊക്കോണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. ഷാനാണ് ഇപ്പോഴത്തെ ഷാൻ. കാട്ടുകണ്ണ മോന്മാര് ബാക്കികൾക്ക്. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാലം തെളിയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരിക്കൽ ഒതുങ്ങൂല. പക്ഷെ നീ ഇനി ഒതുങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായില്ല. എന്നിട്ട് ഇപ്പൊ ഇവനെ കൊണ്ടുവന്നു. ഇവനും അവിഹിതം. ഇവൻ അവിടെ കിടക്കുന്ന ബസ് സ്റ്റാൻഡിൽ പിന്നെ സരിതമായിട്ട് ബന്ധം. പിന്നെ അതൊക്കെ നിന്റെ തെളിവില് നീ എന്നെ പറയുന്നുണ്ട്. കൊച്ചിനെ ഉപദ്രവിച്ചതും ഓടിയതും നീ കിടന്ന് നില വിളിച്ചതും എല്ലാം പറയുന്നുണ്ട്. പിന്നെ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നത്, പിന്നെ കുറെ ആലുവയിൽ കിടക്കുന്ന കുറെ ആന്റിമാരായിട്ടുള്ള ബന്ധം, ഇതെല്ലാം പറയുന്ന അവിഹിതം. എന്റെ വല്ല അവിഹിതം ഉണ്ടാടി? നീ നല്ലോണം ജീവിച്ചവരാണ്. അതാ പറഞ്ഞ ഒന്നില്ല നീ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഒടുങ്ങൂല നീ.
നീ ഇതും പറയും, നീ എഴുതി വെച്ചോ. നീ ഇപ്പൊ ഇവന്റെ കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 3 മാസം നീ നിലനിൽക്കൂല. ഇത് റഹീമ പറയുന്നു, എഴുതി വെച്ചോ. അത് ഞാൻ കാത്തിരുന്ന കഴിഞ്ഞാൽ ഇനി ഇത്രയും കാലം നീ വളർത്തി എന്ന് പറയുന്നത്, നീ എന്തൊരു വളർത്തി? നീ എന്തിനാ വളർത്തിയത്? കൊച്ചുങ്ങളെ നീ കൂടെ ഇരുത്തിയിട്ട് കുറെ പൈസ ഉണ്ടാക്കി നീ നിലനിൽപ്പായപ്പോ നിനക്ക് കുറെ ഇതായിപ്പോയി. അതുകൊണ്ട് കൊച്ചു എഴുത്താണ് ഞാൻ ഇപ്പൊ കടത്തി, എന്നെ കൊണ്ട് ഇനി ഇറക്കിപ്പോയിരുന്നു. നിന്റെ ഊപ്പാണ് ഞാൻ എടുത്തു പറഞ്ഞല്ലോ, പറഞ്ഞു മനസ്സിലായല്ലോ. ഇതെല്ലാം തെളിവുണ്ട്. ഞാൻ ഇത് കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം. ഇതായത് കൊച്ചുങ്ങളാണ്, കൊച്ചുങ്ങൾ നാളെ വളർന്നു വരുമ്പോഴത്തേക്ക് അവര് നീ വീട്ടിനകത്ത് വലിയ വീട് ചെയ്യുന്നത് കൊച്ചുങ്ങൾ ഇറങ്ങി പോകുമ്പോൾ പറയും എന്റെ ആപ്പാലടി അത് പിന്നെ ആദ്യം ഇറങ്ങി പിന്നെ സനാപർ ഇപ്പൊ ആരടി ഇപ്പൊ സംസ്കൃതി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചാൻ ഇപ്പൊ നാളെ ആ കൊച്ചുങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നിനക്ക് വല്ല ബോധം ഉണ്ടായി പോത്തിന് എന്തൊരു ഏക്കറായെന്ന് പറഞ്ഞാൽ നിനക്ക് വല്ല കുഴപ്പമില്ല. നീ സ്വന്തമായിട്ട് ഇപ്പൊ ഒരു മോനുണ്ടല്ലോ, അല്ലെങ്കിൽ കേൾക്കണേ മോളെ എന്തിനായിക്കോട്ടെ അതിനെ കൊണ്ട് വളർത്തിയിട്ട് അടങ്ങി ഒതുങ്ങി നോണം കേട്ടാ. പറഞ്ഞു മനസ്സിലായി. ഇനി എന്റെ കൊച്ചിന്റെ വീഡിയോയോ ഫോട്ടോയോ എന്നെ കുറിച്ചോ എന്റെ കാര്യങ്ങളോ പറഞ്ഞ് നീ ഒരു കാര്യത്തിലും വീഡിയോ ഇടാൻ പറ്റും. തൂക്കും ഞാൻ തൂക്കുന്ന പറഞ്ഞാൽ മൊത്തത്തിൽ തൂക്കും. ഇത് റഹീമ പറയുന്നത് കേട്ടല്ലോ. തൂക്കണം. എന്തായാലും റഹീമിക്ക ഈ പവർ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. തൂക്കണം, ഇവളൊക്കെ എട്ടപ്പടം കൊണ്ട് തീർക്കണം. നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് നടക്കുന്ന ഗജ ഫ്രോഡുകൾ, ഗജ ഫ്രോഡുകൾ. ഷാനിന് വേറെ ബന്ധങ്ങൾ, ഇവക്ക് വേറെ ബന്ധങ്ങൾ. നിങ്ങളെല്ലാരും ചേരും കേട്ടോ, അടിപൊളി. എന്തായാലും റഹീം ഭായ്, നിങ്ങളൊരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇവളൊക്കെ വലിച്ചിങ്ങനെ എക്സ്പോസിന് വലിച്ചു കയറി ഒട്ടിച്ചങ്ങ് വിടണം, പഞ്ചറക്കണം. ഇവളൊക്കെ എട്ടപ്പടത്തോടെ അങ്ങ് തീരണം. കോപ്പിലെ പരിപാടികൾ ഓരോന്ന് കെട്ടിയെടുത്തോണ്ട് വരും നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കാനായിട്ട്. ഇവളൊക്കെ ചാനലുകൾ അടിച്ചു കളയണം ആദ്യം, അതാണ് ചെയ്യേണ്ടത്. കോണത്തിലെ വർത്താനങ്ങൾ വന്നിരുന്ന് പറഞ്ഞ് ആ എട്ടുമുട്ടും തിരിയാത്ത കൊച്ചിനെ അടക്കം വന്നിരുന്ന് അപരാധം പറയുന്ന മോളുകൾ, ഇവളൊക്കെ എവിടെ നിന്നെന്തോ കുറ്റിയും പറിച്ചുകൊണ്ട് വരണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് പുതിയ വീഡിയോ ആയിട്ടാണ്.